ഇവളത് എവിടെ പോയി കിടക്കാണ്? രേഖേ, എടി രേഖേ. എന്താ മോളെ? എടി എനിക്ക് പോവാൻ സമയമായി. നീ എന്താ എത്ര നേരമായിട്ട് എനിക്ക് ഭക്ഷണം ആക്കി തരാത്തെ? അയ്യോ ചേച്ചി മറന്നു പോയടാ. ഒറ്റ മിനിറ്റ്, വേഗം ആക്കി തരാം. ഇവൾക്കത്തൊക്കെ ആക്കിയിട്ട് ചെയ്താ പോരെ? എടി നീ എന്താ ചേച്ചിനെ ഭരിക്കാൻ നിൽക്കുന്നത്? അത് ഇവിടുത്തെ വേലക്കാരില്ല, നമ്മുടെ ചേച്ചിയാണ്. എനിക്ക് ഭക്ഷണമാക്കി തരാനേ പറഞ്ഞിട്ടുള്ളൂ. അവളോട് ജോലിയും കൂലി ഇല്ലാണ്ട് വെറുതെ ഇരിക്കാനല്ലേ? എടി അതും പറഞ്ഞ് ചേച്ചി ഇവിടെ വെറുതെ ഇരിക്കുകയല്ല. ഈ വീട്ടിലുള്ള എല്ലാ പണിയും ആ പാവ ഒറ്റയ്ക്കല്ല കിടന്ന് ചെയ്യുന്നത്. നീ അമ്മ ഇന്നേ വരെ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടാ? പാവം രാവിലെ 5:30 എണിച്ചിട്ട് വീട് അടിച്ചു തുടച്ച് നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതൊന്ന് പാത്രത്തിലാക്കിയിട്ട് പോകാനിടക്ക് നിന്നെ കൊണ്ട് പറ്റില്ലേ? ഇല്ല, ചെയ്യില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ നീ കയറി ചെയ്യടാ ഈ വീട്ടിലെ പണി. ഈ അവസ്ഥയിൽ ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് എങ്ങനെയടി പറ്റുന്നത്? അപ്പൊ അവള് നമ്മളെ കുറിച്ചും ചിന്തിക്കണ്ടേ? ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാ കയറി വരിക. നീ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കടാ. ഏതെങ്കിലും ഒരു നല്ല ആലോചന ഈ വീട്ടിലേക്ക് വരുന്നുണ്ടോ? നിനക്ക് ഒരാളിനെ ഇഷ്ടമല്ലേ? അത് നമ്മുടെ അടുത്ത് പറഞ്ഞതുമാണല്ലോ. പിന്നെ എന്തിനാടി വേറെ ആലോചനയും കാത്തി ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെ കെട്ടിപ്പിക്കൂടെ നിനക്ക്? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലടാ. മോളെ ചോറാക്കിയിട്ട് ചേച്ചി ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നിനക്കൊന്ന് നേരത്തെ ആക്കി വെച്ചൂടെ? ഇപ്പൊ തന്നെ എത്ര വൈകിന്നറിയോ? എന്തിനു ചേച്ചി അവള് പറയുമ്പോഴേക്കും കിടന്ന് തുള്ളാൻ നിൽക്കുന്നത്? അവൾക്ക് കയ്യും കാലും ഇല്ലേ? അവൾക്ക് വേണമെങ്കിൽ അവൾ എടുത്തു പോട്ടെ. ആ കുട്ടി അങ്ങനെ തന്നെയല്ലടാ. നീ വെറുതെ ചീത്ത പറയാൻ നിൽക്കണ്ട. വല്ലാത്തൊരു പാവമായല്ലോ. ഇങ്ങനെ പോയാൽ എങ്ങനെ ചേച്ചി ജീവിക്കുക? എന്റെ ഗീതു, നിന്റെ തീരുമാനം എന്താ വെച്ചാ പറ. എനിക്കിപ്പോ തന്നെ 10-32 വയസ്സായി. എടാ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നീ എന്താടാ ഇങ്ങനെ പറയുന്നത്? എന്തെങ്കിലും കല്യാണത്തിന് താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്നെങ്കിൽ ഇന്ന് ഞാൻ ഓക്കെയാണ്. നീയല്ലേ സമ്മതിക്കാത്തത്? എടി നിനക്ക് എന്റെ അമ്മന്റെ സ്വഭാവം അറിയാലോ. ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ എന്തോ വലിയ കാര്യ. അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന ആരെങ്കിലും കണ്ടോ? അതിന് ഞാനായിട്ട് വരുത്തി വെച്ചല്ലോ. അവളുടെ ഭർത്താവിന് മരിക്കാൻ കണ്ടൊരു സമയം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിലല്ലേ വന്ന് താമസിക്കുക. എന്റെ വീട്ടിൽ എന്റെ ചേച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? നിന്റെ ചേച്ചി ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നല്ലോ. എടി ഭർത്താവ് മരിച്ചിട്ട് ആള് വീട്ടിൽ വന്ന് നിൽക്കുകയല്ലേ. അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് പെണ്ണെടുക്കുന്നത് ദോഷമാണെന്ന് അമ്മ പറയുന്നത്. എന്ത് ദോഷം നടാ നിന്റെ അമ്മ പറയണത്? ഇക്കാലത്ത് ഇങ്ങനെ ഓരോ അന്ധവിശ്വാസങ്ങളാ. കഷ്ടം തന്നെ അരുണേ. എടി വിശ്വാസത്തിന് മാത്രല്ല, എന്തായാലും നിന്റെ ചേച്ചിന്റെ ജീവിതം പോയി. അവൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ അതിനിടയിൽ കൂടെ അനിയത്തി കല്യാണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുമ്പോ അവൾക്കൊരു അസൂയും ആ ദൃഷ്ടിയൊക്കെ ഉണ്ടായില്ലേ, അത് നമുക്കൊരു ദോഷമാണ്. അതാ അമ്മ പറയുന്നത്. ഇപ്പൊ എങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി ഞാൻ എന്താടാ ചെയ്യാ? ഇനി ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ? എടി ഇറക്കി വിടൊന്നും വേണ്ട. ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിട്ട് 5-6 മാസമായില്ലേ. അവളോട് വേറൊരു കല്യാണം കഴിക്കാൻ പറ. എടാ ഞങ്ങൾ വേറെ കല്യാണ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് സംസാരിച്ചതാ. അവള് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടി സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ഒറ്റ മിനിറ്റ്, അമ്മ വിളിക്കുന്നത്. ആ അമ്മ ഇല്ല, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആമ്മ ഇപ്പൊ ആ ശരി. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണേ. ഇത്രയും വലുതായിട്ട് നീ എന്തിനാ അമ്മനെ പിടിച്ചിട്ട് ജീവിക്കുന്നത്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലായാലടി. അമ്മന്റെ സ്വഭാവല്ലേ. എന്തായാലും ഈ ഒരു കാര്യത്തില് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. എന്നാ ശരി കേട്ടോ. പൂത്ത പൈസ ഉണ്ടായി പോയി. അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലയിടത്തും കെട്ടിയേനെ. മോനെ ഇനി എത്ര ദിവസം നിനക്ക് ലീവ് ഉണ്ട്? ലീവോ? അതൊരു 2 ആഴ്ച കൂടി ഉണ്ട് ചേച്ചി. എന്നാലേ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എൻഗേജ്മെന്റ് ഒന്ന് നടത്തിക്കൂടെ? എത്രയെന്ന് വെച്ചാ അവളുടെ വീട്ടുകാരും കാത്തിരിക്കുന്നത്. അത് സാരമില്ല ചേച്ചി. ഞാൻ എന്തായാലും അടുത്ത വരവിന് എന്തായാലും കല്യാണം കഴിച്ചിട്ടേ പോകുന്നു. മോനെ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നോണ്ടാണോ നീ കല്യാണം വൈകിപ്പിക്കുന്നത്? അയ്യോ അതൊന്നും അല്ല ചേച്ചി. നമ്മുടെ ഗീതുവിന് എന്നെക്കാൾ 1 വയസ്സ് കൂടുതലല്ലേ. അവളുടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. എന്നാ മോൻ ചെന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. കുറെ നേരമില്ല ആ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ണു പോടാ. വെറുതെ നോക്കല്ലേ ചേച്ചി. ഞാനേ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ നോക്കായിരുന്നു. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടടാ. ആവശ്യമുണ്ട് ചേച്ചി. അളിയെ നീ എടുക്കാത്തോണ്ടല്ലേ നീ കിടന്ന് അനുഭവിക്കുന്നത്. എന്നാലും 1 വർഷത്തിൽ എന്റെ കല്യാണം നടക്കും. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ അതൊരു സേഫ്റ്റി അല്ലേ. ഏട്ടനെടുക്കാൻ പോയപ്പോ ഞാൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അതിന്റെ വില എന്താന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മോനെ. എന്തിനു ചേച്ചി വേണ്ടാന്ന് വെച്ചത്? ആ കൂടി മാസം 679 രൂപ മുതൽക്കുള്ള ചെറിയൊരു എമൗണ്ട് അല്ലേ പ്രീമിയം വരുന്നുള്ളൂ. 2 കോടി രൂപ വരെ കവറേജും കിട്ടും. പിന്നെ പ്രീമിയം വർഷത്തിൽ ഒരുമിച്ചടച്ച 5% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഇനിയിപ്പൊ നിന്റെ ഈ ഒരു സിറ്റുവേഷനിൽ കിടന്ന് ഓടൊന്നും വേണ്ടായിരുന്നു. 24/7 ക്ലൈം അസിസ്റ്റൻസും ഉണ്ട് ചേച്ചി. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ മോനെ. അല്ല ഇത് ഫോണിലൂടെ എങ്ങനെ എടുക്കുക? അത് ഈ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട് ചേച്ചി.
അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ ഒരു 30 തൊട്ട് 50% വരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് എടുക്കാനും പറ്റും. എന്തായാലും നീ ഒന്ന് എടുത്തു വെക്കും മോനെ. എന്നെപ്പോലെ ഒരു പെണ്ണിന് ഈ അവസ്ഥ വരാതിരിക്കട്ടെ. കഴിഞ്ഞിട്ട് വാ ചേച്ചി, ഭക്ഷണം എടുത്തു വെക്കാം. അല്ല, നിങ്ങളുടെയൊക്കെ വിചാരം എന്താ അമ്മേ? എന്റെ ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ പിടിച്ചിരുത്താനാ? എന്താടി മോളെ നീ എന്താ അങ്ങനെ പറയണത്? പിന്നെ എങ്ങനെ പറയാതിരിക്കും അമ്മേ? എന്റെ പ്രായത്തിലുള്ളവർക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, ഞാൻ മാത്രം ഇങ്ങനെ. 22 വയസ്സായതും പെണ്ണെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കല്യാണം കഴിക്കുന്നുള്ളത്. അപ്പൊ നീയല്ലേ പറഞ്ഞു ജോലി കിട്ടിയിട്ട് മതി അമ്മയെന്നുള്ളത്. ഇപ്പൊ എന്തായിടി? എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല അമ്മേ. ആ അരുണിന്റെ വീട്ടുകാർക്ക് ജോലിയുള്ള പെണ്ണുങ്ങളെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? എന്താടി ഇത് പറയുകയാണെങ്കിൽ 3-4 വർഷമല്ലേ നീ അവന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്നേ വരെയായിട്ട് ചെക്കൻ നിന്റെ വാക്ക് കേട്ടിട്ടുണ്ടോ? എപ്പോഴും അവന്റെ അമ്മ പറയണ മാത്രമല്ലേ. നീ അവനെ ഒഴിവാക്കിട്ട് വേറെ കല്യാണം കഴിക്കാൻ നോക്ക്. 5-6 ആലോചന ആ ഭാസ്കരേട്ടൻ കൊണ്ടുവന്നില്ലേ? എന്നിട്ട് എന്തായി? അതിൽ ആർക്കെങ്കിലും മര്യാദയ്ക്ക് ഒരു ജോലി ഉണ്ടോ? ആകെപ്പാടെ 2 ഗവൺമെന്റ് ജോലിക്കാരാ വന്ന്. അവർക്കാണെങ്കിലോ 50,000-ന് മുകളിൽ സാലറിയും ഇല്ല. അവന്മാരെ കിട്ടിയിട്ട് ഞാനെങ്ങനെ ജീവിക്കാനാ? ഇവനാണെങ്കിലേ ബിസിനസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് 1.5 ലക്ഷം വരുമാനമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇവന്റെ ബാക്കിൽ നടക്കണേ. അല്ലെങ്കിൽ ഇവനെ എന്നേ ഞാൻ കളഞ്ഞിട്ട് പോയേനെ. നിന്റെ കുനിഷ്ട ബുദ്ധി കൊണ്ട് തന്നെയാ ഇപ്പോഴും കല്യാണം കഴിക്കാണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്താടി പണ്ട് ചെയ്യേണ്ടത്? ഇപ്പൊ ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ചേച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം അമ്മേ, എന്നാലേ എന്റെ കല്യാണം നടക്കുള്ളൂ. എന്റെ ഗീതു നിന്നെ പോലെ തന്നെയല്ലേ എനിക്ക് അവളും. അവളുടെ സ്ഥിതിയാണെങ്കിൽ പറയാതിരിക്കുന്നതാ നല്ലത്. ഈ അവസ്ഥയിൽ ഞാൻ എവിടെ ഒഴിവാക്കാനാടി അവളിനെ? ചേച്ചിക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ അമ്മേ? അതാകുമ്പോ ആ വരുമാനം കൊണ്ട് വേറെ എവിടെങ്കിലും പോയി താമസിക്കാലോ. മുമ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കുട്ടി തന്നെയല്ലേ അവള്. പെട്ടെന്ന് കല്യാണ ശേഷങ്ങൾ സംഭവിച്ചപ്പോ അവൾ ആകെ തളർന്നു പോയി. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? അതും ഇതും ചോദിച്ചിട്ട് ആൾക്കാര്. അതുകൊണ്ടല്ലേ ഇപ്പൊ അവളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ. നീ പേടിക്കൊന്നും വേണ്ട, കുറച്ച് മാസം കഴിഞ്ഞാലേ അവൾ ജോലിക്ക് പോകാൻ തുടങ്ങും. അത്രയും കാലമൊന്നും കാത്തിരിക്കാൻ പറ്റില്ലമ്മേ. അരുണിന്റെ അമ്മന്റെ സ്വഭാവം അറിയില്ലേ? ആ തള്ളയാണെങ്കിൽ എന്നെ കളഞ്ഞിട്ട് വേറെ പെണ്ണിനെ കെട്ടാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അരുൺ ആയതുകൊണ്ടാ ഇത്രയും പിടിച്ചു നിൽക്കുന്നത്. ഓ, ആ കാര്യത്തിലെങ്കിലും അവൻ നിന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അല്ലടി മോളെ, ഞാൻ ഇങ്ങനെ അവളുടെ അടുത്ത് പറയാ നീ വാടക എടുത്ത് മാറിക്കോന്നുള്ളത്? അവൻ ഫോണിൽ വിളിക്കുന്നുണ്ട്, തോന്നുന്നു. ഇപ്പൊ വരാം. അവള് കാരണം എന്റെ മോളുടെ ജീവിതം കൂടി ഇല്ലാതാവോ? അല്ലേ ചേച്ചി, എന്താ നിന്റെ പരിപാടി? ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ചെലവിൽ കഴിയാനാ? മോളെ, ചേച്ചി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കൊരു ഉറഞ്ഞു ചോദിക്കൂടാ. അത് പേടിച്ചിട്ടാ. നീ പേടിക്കൊന്നും വേണ്ട. ചേച്ചി പെട്ടെന്ന് തന്നെ ഒരു ജോലിക്ക് പോവാം. നീ ജോലിക്ക് പോണത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. നീ ഇങ്ങനെ വന്ന് ഇരിക്കുന്നത് കൊണ്ടാ എന്റെ കല്യാണം നടക്കാത്തത്. ആ ബോധം എന്താടി നിനക്കില്ലാത്ത? അതിന് ഞാനെന്ത് ചെയ്തു മോളെ? ഓ, നിനക്കൊന്നും അറിയില്ല. ആ അരുണിന്റെ അമ്മന്റെ സ്വഭാവം നിനക്ക് അറിയില്ലേ? ഭർത്താവ് മരിച്ച സ്ത്രീയുള്ള വീട്ടിൽ നിന്ന് പെണ്ണെടുത്ത ദോഷമാണെന്ന് ആ തള്ള പറയണത്. നിനക്കെന്താ തലയ്ക്ക് കയറുന്നില്ലേ? എത്ര കാലമായി ഞാൻ ഇത് പറഞ്ഞു നടക്കുന്നത്? മോളെ, ചേച്ചിനെ കുറിച്ച് നിനക്ക് അറിയാലോ. ആ ഒരു സംഭവത്തിന് ശേഷം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല. പുറത്ത് വാടകയ്ക്കൊരു വീടെടുത്ത് താമസിക്കാന്നൊക്കെ പറഞ്ഞ അത്ര ധൈര്യമൊന്നും ഇല്ലടാ എനിക്ക്. വേണമെങ്കിൽ ചേച്ചി അരുണിനോടൊന്ന് വെച്ച് സംസാരിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടേ അവന്റെ തലയ്ക്ക് കയറുന്നില്ല, പിന്നെയല്ലേ നീ? എടി, നിന്നെ കൊണ്ടൊന്നും വാടക വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടേ നീ ഒരു കാര്യം ചെയ്യും. അരുണിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനൊരു നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ഞായറാഴ്ച അവര് നിന്നെ പെണ്ണ് കാണാൻ വരും. നീ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം. വേറെ എടാ, എനിക്ക് അതിനൊന്നും ഇപ്പൊ പറ്റില്ല മോളെ. ഓ, നിനക്ക് വാടക വീട്ടിലും പോകാൻ പറ്റില്ല, വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വീട്ടിൽ നരയിച്ച് കഴിയണം എന്നാണല്ലേ? അയ്യോ, അങ്ങനെയല്ല മോള്. എങ്ങനെയല്ലെന്ന്? അയ്യോ പാവല്ലേ എന്ന് വെച്ച് ഇത്ര കാലം ഞങ്ങൾ സഹിച്ചു. ഇനി അത് പറ്റില്ല. ഞങ്ങൾ തീരുമാനിച്ചതാ, നീ അത് സമ്മതിച്ചേ പറ്റൂ. അല്ലടി, നീ എന്താ അവളുടെ അടുത്ത് പറഞ്ഞത് അടുത്ത ആഴ്ച അവളെ പെണ്ണ് കാണാൻ വരുന്നുള്ളത്? ആര്? എവിടെന്ന്? അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ അവളെ ആരാ കെട്ടിക്കൊണ്ട് പോവുക? അരുണ് വിളിച്ചു പറഞ്ഞതാ അമ്മേ. അവന്റെ ഒരു അമ്മാവനാ, അതും 2ാം കെട്ടുകാരനാ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അരുണിന്റെ അമ്മാവനോ? അതായത് അവന്റെ അമ്മന്റെ ആങ്ങളെയാ? എടി, ഇത്രയും പ്രായമുള്ള ആളാണോ എന്റെ മോളിനെ കാണാൻ വരുന്നത്? അത്രയൊന്നും ആയിട്ടില്ലമ്മേ. ആകെ 43 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ അതൊന്നും നോക്കണ്ട.
അവൻ്റെ അമ്മയ്ക്ക് അയാളുടെ കല്യാണം നടക്കാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട്. അപ്പം ഇതൊന്ന് നടന്നു കിട്ടിയാ ഞാൻ അവിടുത്തെ രാജകുമാരിയായിരിക്കും. ആ അങ്ങനെ പറ. ഞാനത് ആലോചിച്ചതാ, നാളെ എന്താ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കണെന്നുള്ളത്. അത്രയ്ക്കും സ്ട്രോങ് ആണെങ്കിലേ അവരുടെ മകനെ പിടിച്ച് വേറെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് കെട്ടിപ്പിക്കില്ലേ? ഇതിപ്പോ അവരുടെ ആങ്ങളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കെട്ടിക്കണം. അതിനുള്ള നാടകമാണല്ലേ അവൾക്ക് ഇവിടെ കിടന്ന് കളിച്ചത്. എന്തോ ആയിക്കോട്ടെ അമ്മേ, എനിക്ക് ഗുണമുള്ള കാര്യമല്ലേ, അമ്മയൊന്നും എതിര് പറയാതിരുന്നാൽ മതി. ഓ എനിക്കിപ്പോ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും അവന്റെ ജീവിതം പോയി, നീയെങ്കിലും ഇവിടെ നിൽക്കാണ്ടേ എങ്ങനെയെങ്കിലും ഒന്ന് പോയി രക്ഷപ്പെട്. എനിക്ക് അത് കേട്ടാൽ മതി. അവളെ സമ്മതിപ്പിക്കുന്ന കാര്യേ ഞാൻ ഏറ്റു. ഇനിയിപ്പോ ഒരു പേരിന് തന്നെയല്ലേ കല്യാണം, അതിനിപ്പോ 40 50 ആയാലും എന്താ കുഴപ്പം? എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. എടി എന്താണ് ചെയ്തത്? നാളെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരാൻ നിൽക്കുക. അപ്പോഴേക്കും നിന്റെ ചേച്ചി എന്ത് പണിയാ മോളെ ചെയ്തത്? എന്റെ അരുണേ, ഒരു കത്തും എഴുതി വെച്ച് അവള് വീട് വിട്ടിറങ്ങുന്ന ആര് കണ്ടു? നാശം പിടിച്ചവള്. ഓ ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? പോലീസിനൊരു കംപ്ലൈന്റ് കൊടുത്താലോ? അതിന് അവള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അരുണേ, 10-28 വയസ്സായില്ലേ. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയതല്ലേ. ഇനി ആരുടെ പേരിൽ കേസ് കൊടുക്കാനാ? പോണത് നാശം, അങ്ങോട്ട് ഒഴിഞ്ഞു പൊക്കോട്ടെ. ഓ എടി നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? അമ്മാവനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചാലും നമ്മുടെ കല്യാണം നടത്താൻ അമ്മ സമ്മതിക്കുവോ? എന്താടാ നിങ്ങൾ നാടാൻ കളിക്കാ? ആദ്യം പറഞ്ഞു അവൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാ മതിന്ന്. ഇപ്പൊ പറയുന്ന അമ്മാവനെ കൊണ്ട് കെട്ടിച്ചാലേ നമ്മുടെ കല്യാണം നടക്കുള്ളൂന്ന്. എന്താടാ പരിപാടി? എന്നെ ഗീതു, അമ്മന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നേ ഇപ്പോഴാണ് എനിക്കും മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്മ എന്നെ വേറൊരു കല്യാണത്തിന് നിർബന്ധിച്ചിട്ടുണ്ടാവല്ലേ? എടാ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ചാൻസും ഇല്ല മോനെ. അവള് പോയത് നന്നായിന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു തലവേദനയായി മാറും. നീ എങ്ങനെയെങ്കിലും അമ്മനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഓ എന്തായാലും ഞാൻ ഒന്ന് വീട്ടിൽ പറഞ്ഞു നോക്കട്ടെ. അല്ല നിന്റെ ചേച്ചി ഇപ്പൊ എങ്ങോട്ടാ പോയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ലടാ. ഇനി എന്താവുന്നേ കണ്ടു തന്നെ അറിയണം. വീടിന്റെ ഇടയിലായിട്ട് പ്രവാസികൾക്കുള്ള ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ നാട്ടില് പ്രവാസികളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. ഒരുപക്ഷെ പെട്ടെന്ന് ആ ഒരു പ്രവാസി ഇല്ലാതായാൽ തുടർന്നും അവരുടെ കുടുംബത്തിന് ഭാവിയിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ നാട്ടിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ കുറഞ്ഞ ചെലവിൽ പ്രവാസികൾക്ക് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി.